ഒരു കഥ പറയട്ടെ. ചീരകുളങ്ങര അമ്പലത്തിലുണ്ടായ കഥയാണ് കേട്ടോ. ഒരു ചുറ്റുവിളക്കാണ്. ഒരു ചുറ്റുവിളക്ക് നടന്ന അമ്പലം പൂരപ്പറമ്പായ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചീരകുളങ്ങരക്കാരും ഗുരുവായൂരുകാരും കുന്നംകുളംകാരും ഒക്കെ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതല്ലാത്ത ഒരുപാട് ആരാധകരുണ്ട് ഈ ആനയ്ക്ക്. അവർ പക്ഷേ ഈ കഥ കേട്ടിട്ടുണ്ടാവില്ല. ഈ 13,56,000 രൂപയ്ക്ക് ഈ ആനനെ എന്തിനെടുക്കണത്? ഒരു നേരത്തെ ഏക്കല്ലുള്ളൂ. ഈ ആനനെ ഏൽപ്പിക്കുന്നവർക്ക് പ്രാന്തുണ്ടോയെന്ന് ഉള്ള കമൻറ്റുകൾ ഈ വർഷം വന്നിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഓരോ വർഷം കൂടുമ്പോഴും പുതിയ പുതിയ തുകയുടെ റെക്കോർഡിട്ട് മുന്നോട്ട് പോകുന്ന ആനയാണ് ഇട്ടത്. ഏത് രാമൻ്റെ കഥയാണ് പറയുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഈ ആനനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഓരോ വർഷം ഈ ആനനെ ഏൽപ്പിക്കാൻ പോയി ലേലം വിളിച്ച് അതിൻ്റെ ടോപ്പിലെത്തിയിട്ട് കിട്ടിയവരുണ്ട്, കിട്ടാതെ തിരിച്ചു വരുന്നവരുണ്ട്. കഴിഞ്ഞ വർഷം രാമൻ്റെ ടോപ്പ് ഏക്കം ചാലിശ്ശേരി പൂരത്തിനാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ കഥ പറയാം. ഈ വർഷം ഈ ആനനെ ഏൽപ്പിച്ചേക്കണ ഏത് കമ്മിറ്റിയാണെന്ന് ഒരു എല്ലാവർക്കും അറിയണ്ടാവും. ഞാൻ തെറ്റാതിരിക്കാനുണ്ടോ നോക്കി പറയണത്. എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ വർഷം ഈ ആനനെ ഏൽപ്പിച്ചേക്കണ ഏതാ പേര് ഞാൻ വീണ്ടും വിട്ടുപോകട്ടോ. ഒന്നുകൂടി നോക്കുന്നുണ്ട്. പേര് തെറ്റി പറയാണ്ടിരിക്കാൻ വേണ്ടിട്ടണ്ട. കൊങ്ങന്നൂർ ദേശം അക്കിക്കാവ് പൂരത്തിന് വേണ്ടിയിട്ട് രാമനെ ഏൽപ്പിച്ചേക്കുന്നത് 13,56,000 പുറത്തു വന്ന വിവരം. അതായത് നിലവിലെ ഏറ്റവും വലിയ കഴിഞ്ഞ വർഷത്തെ ടോപ്പ് നമ്മുടെ തൃക്കടവ് ശിവരാജ് പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആനയാണ് അത്രയും വലിയ എമൗണ്ടിൽ നിർത്തിയത്. പിന്നെ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ രാമൻ അത് പൊട്ടിച്ചു. ഇപ്പം നിലവിലെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കാവൽക്കാട് പൂരത്തിനെ കിഴക്കുമുറിക്ക്, പിന്നെ അതേപോലെ പന്തല്ലൂർ പൂരത്തിനെ നൻപൻസിനെ, പിന്നെ അതേപോലെ അക്കിക്കാവ് പൂരത്തിനെ കൊങ്ങന്നൂർ ദേശം. അപ്പോൾ ഇതാണ് ഈ ആനയുടെ റെക്കോർഡ് ഏക്കത്തുകയും. പിന്നെ ഇപ്രാവശ്യം ഇപ്പം അടുത്ത് ലേറ്റസ്റ്റ് കിട്ടിയ വിവരമനുസരിച്ച് ആനനെ ഏൽപ്പിച്ച കമ്മിറ്റികളും. ഇനി ചീരംകുളത്തിൻ്റെ കഥ പറയാം. ഈ സംഭവം നടക്കണതേ 2022 കേട്ടോ. ഇതിൽ ചിലപ്പോൾ ഡേറ്റിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. 2022 ഫെബ്രുവരി 25 വെള്ളിയാഴ്ച 8:39 ഞാൻ ആ ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ തമ്പനിയിലെ ഫോട്ടോ എടുക്കുന്നുണ്ട്. വിജയുടെ ഒരു പടം ദീപാവലിക്ക് ഇറങ്ങുന്ന പടമാണ്. അതെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ലേറ്റായി. അപ്പോൾ SJ സൂര്യ പറഞ്ഞു ഫാൻസിനോട്, എന്നുവെച്ചാൽ ഇവരുടെ ഒരു ഓഡിയോ ലോഞ്ചാണ്. അപ്പോൾ SJ സൂര്യ സംസാരിക്കാൻ പറഞ്ഞു, ദീപാവലിക്ക് വരാത്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. വിജയുടെ പടം എന്നാണോ റിലീസാവുന്നത് അന്നാണ് ഫാൻസിനെ, വിജയ ആരാധകർക്ക് ദീപാവലി എന്ന് പറയുന്നത്. അതേപോലെ രാമൻ എവിടെയാണ് നിൽക്കുന്നത് അവിടെയാണ് പൂരെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും അനുഭവിച്ച സംഭവം. അപ്പോൾ ഈ ചുറ്റുവിളക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു സീസണിൽ ഏകദേശം ഒരു അമ്പലങ്ങൾ ചുറ്റുവിളക്ക് എന്ന് വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ്. ആരും അധികം തറവാട്ട് അമ്പലങ്ങൾ ഉണ്ടാവാറുണ്ട്, പിന്നെ ദേശത്തെ അമ്പലങ്ങളുണ്ട്, തട്ടകത്തെ അമ്പലമുണ്ട്, അവിടെയൊക്കെ ചുറ്റുവിളക്ക് നടക്കാറുണ്ട്. ഇതിപ്പോൾ ഈ നാട് മൊത്തം അറിയുന്ന ഒരു സംഭവമൊന്നുമല്ല. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ ആർത്താറ്റ്, അതായത് ചാവക്കാട് നിന്ന് ഷോപ്പിൽ നിന്ന് കുന്നംകുളം ആർത്താറ്റ് റൂട്ട് പോവുകയാണ്. ആർത്താറ്റ് പള്ളിയൊക്കെ കഴിഞ്ഞ് കയറ്റങ്ങൾ ഒരു ഫ്ലെക്സ് കണ്ടു, ചുറ്റുവിളക്കിൻ്റെ ഒരു ഫ്ലെക്സ് കേട്ടോ. നമ്മുടെ ചീരകുളം അമ്പലത്തിൻ്റെ ഇതിലെന്ത് 2-3 കൊല്ലം മുന്നത്തെ കാര്യമായതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഫ്ലെക്സിൽ ചീരകുളം അമ്പലത്തിൻ്റെ ചുറ്റുവിളക്കിൻ്റെ ഫ്ലെക്സൊക്കെ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. അതിനെന്താ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ചീരകുളം അമ്പലത്തിൽ 2022 ഫെബ്രുവരി 25 വെള്ളിയാഴ്ച ഇറങ്ങുന്ന ചുറ്റുവിളക്കിന് പറഞ്ഞ ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. എന്നാലും രാമനാണ് വരുന്ന, അത്യാവശ്യം തിരക്കുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ പോണത്. പക്ഷെ ആ ബൈക്ക് പാർക്ക് ചെയ്യാൻ പോലും അത്രയും സ്ഥലം കുറഞ്ഞ് പൂരത്തിന് എങ്ങനെ അതേപോലെ കച്ചവടക്കാരും തിരക്കും. അതായത് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ സംഭവം നടക്കുമ്പോൾ ചീരകുളത്ത് ഗോപുരവാതിൽ പണിതുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു പോർഷൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം അത്ര തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പോയി രാമനെ കണ്ട് മോളെന്ന് വെച്ചാൽ എൻ്റെ മോള് ഈ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ആനയുടെ ഈ ചങ്ങലക്കിലുക്കം കേൾക്കുമ്പോൾ നമ്മളൊക്കെ വീടിൻ്റെ അടുത്ത് റോഡുണ്ടെങ്കിൽ ഓടിച്ച് നോക്കും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. മോൾക്ക് ഈ ചെറിയ പാറ്റ, പിന്നെ തേരട്ട, ഇതിനൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ ആനേനെ പേടിയില്ല. വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രാവശ്യം കൂട്ടുകമ്പന്മാരെന്ന് പറഞ്ഞാൽ ടീമിൻ്റെ ആനയുടെ കലണ്ടർ പ്രകാശനം തെച്ചിക്കോട് ക്ഷേത്രത്തിൽ നടക്കുന്ന സമയത്ത് ഞാൻ, മോള്, പിന്നെ സനു, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ്റെ സുജിത്തേട്ടൻ, അപ്പോൾ ആൾ അതിലുള്ളതാണ്. അപ്പോൾ ആൾ പറഞ്ഞറിഞ്ഞിട്ടാണ് പോയത്. ഞങ്ങളൊക്കെ പോയി മോളാൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ മോൾക്ക് ആനേനെ ഭയങ്കര, രാമനോട് പ്രത്യേക താല്പര്യം ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ സംസാരിക്കുമ്പോൾ മോള് കേട്ടിട്ടുണ്ട്. പക്ഷെ മോള് അന്ന് നല്ല ചെറിയ കുട്ടിയില്ല. ഇപ്പോൾ മോൾക്ക് 5 വയസ്സായിട്ടുള്ളൂ. 3 വർഷം മുന്നേ ഞാൻ 2 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ മോൾക്ക് ഞാൻ എന്നെ കൊണ്ടുപോകാച്ചാന്ന് ചോദിക്കാനുള്ള പ്രായമായിട്ടില്ല.
പക്ഷെ മോൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ പോയി. ആ തിരക്കിൻ്റെ ഇടയിൽ പോയി രാമനെ കണ്ടു. രാമൻ്റെ ലോങ് ഷോട്ടൊക്കെ ഫോട്ടോസ് എടുത്ത് വീഡിയോ എടുത്തിട്ട് വന്നു. അപ്പോൾ പറയാൻ പോണ കാര്യം, ഈ രാമനെ എൻ്റെ റേറ്റിനെ പരിഹസിക്കുന്ന ആൾക്കാരായാലും ഈ രാമൻ എങ്ങനെയെങ്കിലും വിലക്ക് കിട്ടണം, രാമൻ കുറച്ച് കാലം പൂരപ്പറമ്പിൽ നിന്ന് മാറിയിരിക്കുന്ന ആൾക്കാരായാലും പറഞ്ഞാലും ആന അതൊരു സംഭവമാണ്. നമ്മൾ കർണൻ രാമൻ എന്നൊക്കെ പറഞ്ഞൊരു സമയമുണ്ട്. ഇപ്പോൾ കർണനില്ല. പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കർണൻ പോണായിട്ട് മുന്നേ പാർക്കാട് അമ്പലത്തിൽ വെച്ചിട്ട് കർണൻ്റെ ഒരു വീഡിയോ ഭയങ്കര വൈറലായി ഉണ്ടായിരുന്നു. കർണൻ അതായത് കർണൻ സ്ഥാനത്തിൻ്റെ സംസാരം ഉണ്ടായിട്ട് മാറി നിന്നതും അവിടെ വെച്ചിട്ട് കർണൻ ഒറ്റയ്ക്ക് തലപൊക്കിക്കണതും ഞാൻ തന്നെ അതിനെ പാടത്ത് നിന്നിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ രാമൻ എഫക്റ്റ് അതൊരു, അതായത് ഒതുങ്ങി നിന്ന് ഒരു പൂരല്ല, അതേപോലെ തന്നെ വലിയ വലിയ പരിപാടി എന്നല്ലാണ്ട് ഒരു സാധാരണ ചുറ്റുവിളക്ക് വന്ന് അതിൽ ഹീറോ ആയി. ഒരു നാട്ടുകാരെന്ന് പറഞ്ഞാൽ ചീരംകുളങ്ങാർ മാത്രമല്ല, കുന്നംകുളം, ഗുരുവായൂർ, ചാവക്കാട്, ഈ ന്യൂസ് അറിഞ്ഞ് പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്ന് അതൊരു പൂരപ്പറമ്പായ ദൃശ്യത്തിലെ ഒരു ചെറിയ കാഴ്ചയാണ് ഞാൻ തമ്പനയിൽ കൊടുത്തേക്കുന്നത്. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആളുകൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ചീരംകുളം അമ്പലത്തിന് പൂരത്തിൻ്റെ അവസ്ഥയായിരുന്നു അവിടെ, അത്ര അധികം തിരക്കായിരുന്നു. അതാണ് രാമൻ. പലരും പേഴ്സണലായിട്ടും അല്ലാതെയും മനസ്സിലുള്ള ആഗ്രഹം, അത് പേഴ്സണലായിട്ടും ടീമുകളായിട്ടും പലർക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് രാമനെ സ്വന്തം കമ്മിറ്റിയിൽ അവരുടെ തട്ടകത്ത് അമ്പലത്തിലെ ദേശത്തെ അമ്പലത്തിലെ പൂരത്തിനെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ പലരും ഇപ്പോൾ ഈ പറഞ്ഞ പരിഹസിക്കുന്ന ഒരു വലിയ ആനയാണ്, ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് ആനയാണ് രാമൻ, ഒരു സംശയവുമില്ല. ഒരിക്കൽ ശൈലേഷ് വൈക്കം ഒരു നരസിംഹമൂർത്തിയുടെ അമ്പലത്തിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ആനയടിയിലെന്നുണ്ട്. അവിടെ വെച്ചിട്ട് ശൈലേഷ് വൈക്കം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വരുന്നത് ഭടനോ യുവരാജാവോ അല്ല, വരുന്നത് രാജാവാണ് മക്കളെ. വരില്ലെന്ന് പറഞ്ഞവരും വഴിമുടക്കാൻ ശ്രമിച്ചവരും മാറി നിൽക്കുക. ഇത് രാമനാണ്. അത്ര തന്നെ പറയുള്ളത്, രാമനാണ്. നിങ്ങൾ പല കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുറെ ഒതുക്കാൻ ശ്രമിച്ചിട്ടും അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അവൻ ഇന്നും മുന്നോട്ട് തന്നെ വരും. ഓക്കെ, ഇത് നമ്മുടെ കഥ പറയാം എപ്പിസോഡിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ്. കുറച്ച് ബ്രേക്ക് ഇട്ടേക്കായിരുന്നു. എനിക്ക് വീഡിയോസൊന്നും കുറച്ച് നാളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. തിരിച്ചു വരണമെന്നുണ്ട്, കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, ഒക്കെ ചെയ്യും. അപ്പോൾ പൂരങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്ക് പൂരങ്ങൾക്ക് എഴുന്നള്ളിക്കാൻ വളരെ കുറച്ച് ആനകളുള്ളൂ. ഇനി എത്ര വർഷം ഇങ്ങനെ എത്ര ആനകൾ, നല്ല നല്ല ആനകൾ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, കാശിൻ്റെ കണക്കല്ല, നമ്മളുടെ നാട്ടിലുള്ള നമുക്ക് കാണാൻ പറ്റുന്ന പൂരങ്ങൾക്കൊക്കെ നല്ല നല്ല എല്ലാ ആനകളും വരട്ടെ, അത് കാണാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടും അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഉത്സവങ്ങൾ അത് അങ്ങനെ തന്നെ നടന്നു പോകട്ടെ. അതിൻ്റെ ഏറ്റവും വലിയ ആനച്ചന്തമായിട്ട് തന്നെ കാണാൻ കഴിയട്ടെ. ഇനി വരുന്ന എത്ര തലമുറയ്ക്ക് പൂരങ്ങളും ആനകളും ഇത്രയും ഭംഗിയിൽ നിരന്നിക്കണം എന്നൊക്കെ കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ എന്താ പറയുക, പരിഹസിക്കണവരും കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ ഇഷ്ടം നടക്കട്ടെ. പക്ഷെ ആസ്വദിക്കണവരെ ആസ്വദിക്കുക. നല്ല നല്ല ആനകൾ എല്ലാ പൂരത്തിനും വരിക. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാവലുകാട് പൂരം, പാർക്കാടി പൂരം, പന്തല്ലൂർ പൂരം, ചീരംകുളങ്ങ പൂരം, അക്കിക്കാവ് പൂരം, ഞങ്ങൾക്ക് അടുത്തടുത്തുള്ള പൂരങ്ങളാണ്. ഈ പൂരങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കണം. അതിലൊക്കെ നല്ല നല്ല ഏതെങ്കിലും പൂരങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതിലൊക്കെ നല്ല നല്ല ആനകൾ വരണം, ആളുകൾക്ക് അത് കാണാൻ കഴിയണം, ഗംഭീരമാവണം. അത്രയാണ് ഒരു ആനപ്രേമി എന്നുള്ള രീതിയിൽ എനിക്കുള്ളൂ. പിന്നെ ചില ആൾക്കാർ പറഞ്ഞ പോലെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ആനേനെ കുറ്റം പറഞ്ഞ ആൾക്കാരും ഉണ്ട്. അതൊന്നല്ല, രാമൻ ഒരു സംഭവം തന്നെയാണ്. രാമനും ഒരു സംഭവമാണ്, കർണനും ഒരു സംഭവമാണ്. എന്താ പറയുക, കർണൻ നമ്മളെ വിട്ടുപോയി ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് പറയണത്. പാർക്കാടി അമ്പലത്തിലേക്ക് ഞാൻ പറയുമ്പോൾ പാർക്കാടി അമ്പലത്തിലേക്ക് ഏറ്റവും കൂടുതൽ തവണ കർണനെ കൊണ്ടുവന്ന കമ്മിറ്റി സർഗ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സർഗത്തിനോട് ഇപ്പോൾ ഞാൻ ഒരുപാട് നന്ദി പറയട്ടെ. കാരണം ഞങ്ങൾ പാർക്കാടിക്കാർക്ക് ഏറ്റവും കൂടുതൽ കർണനെ കാണാനുള്ള അവസരം ഒരുക്കിയത് സർഗാണ്. ഇത് രാമൻ്റെ വീഡിയോ ആയാലും കൂട്ടത്തിൽ കൂടെ ഞാൻ അത് പറയണമെന്ന് മാത്രം. അപ്പോൾ ബായ്, ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. രാമൻ്റെ ഏക്കത്തുക വലുത് തന്നെയാണ്, അതൊന്നും ഞാൻ കുറവ് പറയില്ല. പക്ഷെ അതിനുള്ള ആന ഉണ്ട്. അപ്പോൾ പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം, വളരെ അഭിപ്രായങ്ങൾ പലതായിരിക്കാം. ഒരു ലേലം വിളിയും വാശിയൊക്കെ നടക്കുമ്പോൾ ആളുകൾ പല റേറ്റും കയറ്റിയിട്ട് തന്നെയാണ് വിളിച്ചിട്ട് തന്നെയാണ് ആനേനെ എടുക്കണത്. ഒരു നേരത്തിന് തന്നെയാണ്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഇത് ഇത്ര റേറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ വിളിച്ചു പോണത്, ആരും അറിയാണ്ട് ഒന്ന് പെടണമെന്നല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ. നമ്മൾ പൂരം ആസ്വദിക്കാൻ താല്പര്യമുള്ള പൂരം ആസ്വാദകർ നല്ല നല്ല പൂരങ്ങൾക്ക് നല്ല നല്ല ആനകളെല്ലാം അകമ്പടിയുടെ പൂരം കാണാൻ കഴിയട്ടെ. രാമന് ഇനിയും നല്ല നല്ല പൂരങ്ങൾ കൂടാൻ പറ്റട്ടെ. രാമന് ഒരുപാട് വർഷങ്ങൾ നമ്മുടെ കണ്ണിനെ അഴകേകിയിട്ട് പൂരപ്പറമ്പുകൾ നിറഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ ബായ്.